മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ പരീക്ഷയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, നമുക്കറിയാം അതേ ഈ ഒരു ഓട്ടോറിക്ഷയൊക്കെ കണ്ട ഏത് പാടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നല്ലേ. അത് മാത്രമല്ല, മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നല്ലേ. ഓക്കെ, അപ്പം നോക്ക്, ഹിയർ വി ഹാവ് എൻ ഓട്ടോറിക്ഷ. ഇവിടെ ഒരു ഓട്ടോറിക്ഷ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടേനും നമ്മൾ ബസ്സിനെ കുറിച്ചും നമ്മൾ റെഡ് കാറിനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനല്ലേ. ദിസ് ഇസ് എ ബസ്, ദിസ് ഇസ് എ ബ്ലൂ ബസ്, ദ ബസ് ഹാസ് 4 wheels, ദ ബസ് ഹാസ് എ ഹോൺ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റെഡ് കാറും എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. ദിസ് ഈസ് എ റെഡ് കാർ, the car has seats, the red car has 4 wheels, the red car has a horn അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇന്നൊരു ഓട്ടോറിക്ഷ നമ്മുടെ അടുത്ത് തന്നാൽ നമ്മൾ എങ്ങനെ എഴുതാം? ഇവിടെ നോക്കുക, ദിസ് ഈസ് എൻ ഓട്ടോറിക്ഷ. ഇതെന്താണ്? ഇതൊരു ഓട്ടോറിക്ഷ ആണ്. ഓക്കെ, ദിസ് ഈസ് എൻ ഓട്ടോറിക്ഷ. ദ ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ്. എന്താ നമ്മളോട് പറയുന്നത്? ഓട്ടോറിക്ഷയ്ക്ക് എന്തുണ്ട്? സീറ്റ്സ് ഉണ്ട് അല്ലേ. ദിസ് ഇസ് എൻ ഓട്ടോറിക്ഷ ആൻഡ് ദിസ് ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ് അല്ലേ. ഓട്ടോറിക്ഷേൻ്റെ ഉള്ളിൽ എന്തുണ്ട്? സീറ്റ്സ് ഒക്കെ ഉണ്ട്. അടുത്ത് നമ്മളോട് പറയുന്നത് ദ ഓട്ടോറിക്ഷ ഹാസ്. ഓട്ടോറിക്ഷയ്ക്ക് എന്തോ ഒന്നുണ്ട്. ഹാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ട് അല്ലേ. ബട്ട് എന്താ ഉള്ളത്? അവിടെ ഡാഷ് ഇട്ട് അല്ലേ, അവിടെ ബ്ലാങ്ക് ആണ്. നമുക്കിങ്ങനെ എഴുതിക്കൂടെ, ദ ഓട്ടോറിക്ഷ ഹാസ് 3 wheels. നമ്മുടെ ഓട്ടോറിക്ഷയ്ക്ക് എത്ര വീൽസ് ഉണ്ട്? 3 വീൽസ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ദ ഓട്ടോ the autorickshaw has a horn. നമ്മുടെ ഓട്ടോറിക്ഷയ്ക്ക് എന്തുണ്ട്? ഒരു ഹോണും ഉണ്ട്. ഇത് നമുക്ക് എഴുതിക്കൂടെ? അപ്പം നമ്മൾ എന്ത് പറഞ്ഞ ആദ്യം മുതൽ? ദിസ് ഈസ് എൻ ഓട്ടോറിക്ഷ, ദി ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ്, ദി ഓട്ടോറിക്ഷ ഹാസ് 3 wheels, ദി ഓട്ടോറിക്ഷ ഹാസ് എ ഹോൺ. നമ്മുടെ ഓട്ടോറിക്ഷയ്ക്ക് പോം 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 ഹോണും ഉണ്ട് അല്ലേ. ഇത് എന്തായാലും പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആട്ടോ. ഇതേപോലെ ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യും, നമ്മളെടുത്ത് ചോദിക്കും കേട്ടോ. പിന്നെ മക്കൾ ഇതെന്തായാലും പഠിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ.